നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിദ്യാവിജയം, വിവാഹം, ധനസ്ഥിതി, ബിസിനസ് എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അപ്രതീക്ഷിതങ്ങളായ പലവിധ പ്രതിബന്ധങ്ങളോടും മല്ലിട്ട് ജീവിക്കുന്നവരായിരിക്കും. ഇവർ ഏറ്റെടുക്കുന്ന ഏതു കാര്യത്തിനും വളരെയധികം ശ്രമിക്കുകയും എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടുവാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകുകയില്ല. അതിയായ പ്രയത്നവും പൂർവമായി മാത്രമുള്ള ഫലപ്രാപ്തിയുമായിരിക്കും അനിഴം നാളുകാർക്കുള്ള അനുഭവം. ഔദ്യോഗിക രംഗങ്ങളിലും ബിസിനസ്സുകളിലും ഇവർ വളരെയധികം ശോഭിക്കും. സഹോദരങ്ങളെ കൊണ്ടോ കുടുംബജനങ്ങളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല. ഇവർ വളരെ ഈശ്വരഭക്തിയുള്ളവരായിരിക്കും. ഈ നാളുകാർക്ക് പിതാവിൽ നിന്നും മാറിക്കഴിയേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നു. സ്വദേശവും സ്വന്തം ഭവനവും വിട്ട് അന്യദേശ സഞ്ചാരത്തിനും താമസത്തിനുമാണ് ഇവരിലധികം പേർക്കും ഇടയുള്ളത്. ഇവരുടെ ദാമ്പത്തിക ജീവിതം ഗുണകരമായിരിക്കും. സ്വഭാവ ഗുണമുള്ള ഭാര്യമാരായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. സന്താനങ്ങളെ കൊണ്ടും ഇവർക്ക് നല്ല അനുഭവങ്ങൾക്ക് ഇടയുണ്ടാകുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും ദന്തരോഗവും കൂടെയുള്ള ജലദോഷവും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കുവാൻ ഇടയാകും. 17 വയസ്സ് മുതൽ തന്നെ ഈ നാളുകാർ മിക്കവാറും സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിത്തീരും. 17നും 48നും ഇടയ്ക്ക് പലവിധ ജീവിത പരിവർത്തനങ്ങളും ഇവർക്ക് നേരിടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ജയപരാജയങ്ങൾ ഇവർക്ക് മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും. 48 വയസ്സിന് ശേഷമേ സ്വന്തവും ശാശ്വതവുമായ ഒരു ജീവിതം ഇവർക്ക് ഉണ്ടാകുകയുള്ളൂ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും. അഹങ്കാരികളായിരിക്കുകയില്ല. പ്രസന്നമായ മുഖഭാവം ഇവരുടെ മുഖമുദ്രയായിരിക്കും. ഗുരുഭക്തിയും ഭർതൃഭക്തിയും ഇവരെ വേണ്ടത്ര അനുഗ്രഹിക്കുന്നു. കുലത്തിൻ്റെ അന്തസ്സും അഭിമാനവും പുലർത്തിയും ബന്ധുപ്രീതി കൈവരുത്തിയും ഇവർ മാതൃകാപരമായ ജീവിതം പടുത്തുയർത്തുന്നു. വിവാഹത്തിനും യാത്രയ്ക്കും പുതിയ വാഹനങ്ങൾ ഇറക്കുന്നതിനുമെല്ലാം ശുഭകർമ്മങ്ങൾക്കും ഈ നക്ഷത്രങ്ങൾ നല്ലതാണ്. ശനിദശയിലാണ് ഇവർ ജനിക്കുന്നത്. തുടർന്ന് ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു.